ശ്രീ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് കടലിൽ വാരി എറിയുന്ന പറഞ്ഞത്, അറബിക്കടലിൽ കൊണ്ട് എറിയുന്ന പറഞ്ഞത്. പക്ഷെ വാക്കുകളൊക്കെ പതറുകയാണല്ലോ ഷാജി സാറേ. കാണാല്ലേ, കാണാം. അധികാരത്തിൽ വന്നാൽ ഈ PMC പദ്ധതി എടുത്ത് അറബിക്കടലിൽ എറിയും എന്നായിരുന്നു ഷാജിഖാൻ തന്നെ പ്രസംഗം. അതുണ്ടാകുന്നില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിമർശനം. ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള ഉത്തരം കൂടിയാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ അറബിക്കടലിൽ ഇവിടുന്ന് പോയിട്ടൊന്നുമില്ല. പിന്നെ ഈ ചില വാചകങ്ങളുടെ പ്രയോഗം വെച്ചിട്ട് ഒരു സർക്കാരിൻ്റെ ഒരു സാധനത്തെ ഞാനൊരു രാഷ്ട്രീയ പ്രസംഗത്തിന് അറബിക്കടലിൽ എറിയുന്ന പറഞ്ഞാൽ പിറ്റേന്ന് കൊണ്ടിട്ട് ബുക്ക് എറിഞ്ഞാൽ പോരല്ലോ. നിങ്ങൾ എറിയണം. നിങ്ങൾ ഡയലോഗ് അടിച്ചിട്ടാണ് അധികാരത്തിൽ കയറിയിട്ടുള്ളത്. മതമാണ് 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 പ്രശ്നം അല്ലേ? ആ പേരും പറഞ്ഞ അവിടെ പോയി ഇരുന്നതല്ലേ? എന്നതിന് ശേഷം ഉളുപ്പില്ലാതെ ന്യായീകരിക്കരുത് ചേട്ടാ, ഉളുപ്പില്ലാതെ ന്യായീകരിക്കരുത്. പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങോട്ട് വാരി വിതറും, സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ടേ. ഇതിന് നടപടിക്രമങ്ങളില്ലേ? അപ്പൊ ആ പ്രയോഗത്തെ എടുത്തിട്ട് ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ പോസ്റ്റിലിടുന്ന മാതിരി നിങ്ങൾ ചോദിക്കരുത്. അതൊക്കെ അതിന്റെ അർത്ഥം എന്താണ്? ഞങ്ങൾ PMCക്ക് എതിരാണെന്നാണ്. ഞങ്ങൾ പറഞ്ഞതിന് നിസ്സാരമൊക്കെ അല്ലട്ടാ, ഞങ്ങളതിനെതിരാണെന്ന അർത്ഥം. ആ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വരുന്നതോടുകൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ശരിയാവുമെന്നെങ്ങനെ പറയാ? ശരിയല്ല. നിങ്ങൾ വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ ശരിയാവണം. ആക്കുമെന്ന് പറഞ്ഞാൽ ആക്കിയിരിക്കണം. അത് ജനങ്ങളെ മറ്റേ ആക്കലാക്കരുത് കേട്ടാ. ആക്കുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, ആക്കുന്നുണ്ട്. കുറെ അടിമകൾ കിടന്ന് ഇങ്ങനെ കുരയ്ക്കും. RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ ശ്രീ കൊണ്ടുവരുന്നു, BJPക്ക് ഒത്താശയായിട്ട് CPIM ഒപ്പിച്ചു എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്ത് വലിയ ഊളത്തരാണ്. അങ്ങനെ ഒരു ഒപ്പും വെച്ചിട്ടില്ല കേട്ടാ. കഴിഞ്ഞില്ല, ഇവന്റെ മൊത്തം കൊണ കേൾക്കാം. PMCയെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. ഞങ്ങൾ സർക്കാരിൻ്റെ ഒരു പോളിസി ആയിട്ട് തന്നെ പറഞ്ഞു, കേന്ദ്രവുമായിട്ടുള്ള ഐഡിയോളജിക്കലി ചില പ്രശ്നങ്ങളുണ്ട്, അതിൽപ്പെട്ടാണ് PMC എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ സിലബസിലേക്ക് നമ്മളെ കുട്ടികളെ ഒരു ഐഡിയോളജി കൊണ്ടുവരിക, എന്നിട്ട് ഗാന്ധിജിയെ കുറിച്ച് മറക്കുക, നിങ്ങൾ വേറെ സ്ഥലത്ത് പഠിക്കുക എന്നൊക്കെ പറയുന്നതിന് ഞങ്ങൾ വിയോജിക്കും. അതേസമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകൾ സ്വീകരിക്കണില്ല നമ്മൾ. അവരുടെ ഹൈവേ അവിടെ വരുന്നില്ല, അവരുടെ പദ്ധതികൾ വരുന്നില്ല. താൻ എന്താ പൊട്ടനാണോ? പൊട്ടൻ ഇവിടുന്ന് കൊണ്ടുപോകുന്ന നികുതി പണല്ലേ, GST ഒക്കെ ആയിട്ട്. അതിന്റെ 41% നമുക്ക് ഇത്രയും കാലത്ത് തിരിച്ചു വന്നിട്ടുള്ളൂ. നമ്മുടെ ഫണ്ടാണത്. ആ ഫണ്ട് തിരിച്ചു വാങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ ഊളത്തരാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വികസന പ്രവർത്തനങ്ങൾ പൈസ വാങ്ങുന്നില്ലേ, പിന്നെ അത് ആര് തരും? പിന്നെ എന്തിനു പറ്റി വാങ്ങിക്കൊണ്ടുപോണത്? അപ്പൊ ബുദ്ധിയില്ലായ്മ പറയരുത്. നിങ്ങളെ കൂടെ ചുറ്റിൽ നിൽക്കുന്ന അണികളൊക്കെ ചിലപ്പോൾ അതൊക്കെ വിശ്വസിക്കുമായിരിക്കാം. പക്ഷെ ബുദ്ധിയുള്ള ആളുകളുണ്ട്. നമ്മുടെ ഫണ്ടാണ് അവിടെ നിങ്ങൾ തിരിച്ചു കിട്ടുന്നത്. ശ്രീ അങ്ങനെ ഒന്നല്ല എന്ന് പറഞ്ഞപ്പോ പോലും നിങ്ങൾ എന്താ പറഞ്ഞത്? അതല്ല, അത് RSSന്റെ അജണ്ടയാണെന്നല്ലേ പറഞ്ഞത്. ഉളുപ്പില്ലാതെ പിന്നെ യൂട്ടേൺ അടിക്കല്ലേ ചേട്ടാ, യൂട്ടേൺ അടിക്കല്ലേ. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന്റെ വാദം പൊളിയുന്നു. കേന്ദ്രം അനുവദിച്ച 99 കോടി രൂപ PMC ഫണ്ടല്ലെന്ന് കേന്ദ്രം സ്ഥിരീകരിച്ചു. PMCയിൽ കേരളം നിലപാട് അറിയിക്കണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം വിഷയം അടുത്ത മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. കഴിഞ്ഞ ഗവൺമെന്റ് MOU ഒപ്പിട്ടു, ഫണ്ടും വാങ്ങി. അതിന്റെ പേരിൽ മുടങ്ങിക്കിടന്നിരുന്ന ഫണ്ട് വന്നു. അപ്പോ പിന്നെ എന്താ അവർ ചെയ്തത്? അന്ന് വിവാദമായപ്പോ ഒരു മെസ്സേജ് കൊടുത്തു, കെപ്റ്റ് ഇൻ അബയൻസ്, തൽക്കാലം എന്താ പറയാ, നിർത്തിവെക്കുക. എന്റെ പൊന്ന് ലീഗോളിയെ, ഷംസോ, നാളെ വാക്ക് നീ മാറ്റി പറയേണ്ടി വരും. കാരണം അങ്ങനെ ഒരു ഒപ്പ് വെച്ചിട്ടില്ല എന്നും അതിന് കുറെ നിബന്ധനകൾ ഉണ്ട് എന്നും 5ന്റെ കായ് വാങ്ങിയിട്ടില്ല എന്നും ഇതാ കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്. അത് കാണിച്ചു തരാം. പക്ഷെ ഇപ്പൊ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, അത് മാറ്റി പറയേണ്ടി വരും. എന്റെ പൊന്നു ഷംസുവേ, ഇവിടൊക്കെ തന്നെ കാണണേ. PMCയെ കുറിച്ച് ഇതായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയായ N ഷംസുദ്ദീൻ പറഞ്ഞ ന്യായം. എന്നാൽ ഈ വാദം തള്ളുകയാണ് കേന്ദ്രം. കേരളത്തിന് അനുവദിച്ച 99 കോടി രൂപ PMC ഫണ്ടല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി. സർവശിക്ഷാഭിയാൻ കേരളയുടെ ഈ വർഷത്തെ വിഹിതവും കഴിഞ്ഞ വർഷത്തെ കുടിശ്ശികയും ചേർത്താണ് പണം നൽകിയത്. ഇതിന് PMCയുമായി ബന്ധമില്ല. PMC നടപ്പാക്കുമോ ഇല്ലയോ എന്നതിൽ കേരളം ഉടൻ നിലപാടറിയിക്കണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. LDF സർക്കാർ PMCയിൽ ഒപ്പുവയ്ക്കുകയും പണം വാങ്ങുകയും ചെയ്തതുകൊണ്ട് UDF സർക്കാരിന് പദ്ധതിയുമായി മുന്നോട്ടു പോകേണ്ടി വരുമെന്ന ന്യായമാണ് ഇതോടെ പൊളിയുന്നത്. ഇനി എന്തൊക്കെ പൊളിയാൻ കിടക്കുന്നത്? ഇപ്പൊ 2 വിക്കറ്റ് വീണ് കിടക്കുകയാണ് UDFന്റെ. ഇപ്പൊ നിരന്തരമായി എന്തുകൊണ്ടാണ് UDFനെതിരെ വീടിയെന്ന് അറിയില്ലേ? അവരാണ് ഭരിക്കുന്നത്. ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ സംസാരിച്ചിട്ടില്ലെങ്കിൽ അവർ തിരുത്തില്ല. ഇത് തിരുത്താൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് ഡബിൾ ഡൂഡ് സിൻഡ്രമാണെന്ന് പറഞ്ഞുകൊണ്ട് 2 വാക്ക് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതൊന്നും നടക്കൂല എന്റെ പൊന്നു മക്കളെ. ഞങ്ങള് ചോദിക്കും, ഉത്തരം പറയണം. ഇനി ഈ വിഷയത്തില് മുൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്ക് തന്നെ നിങ്ങൾക്ക് കേൾക്കണം. ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതിനെ കേൾക്കാം. ഇപ്പോൾ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും UDFലെ മന്ത്രിമാരും UDFും പറയുന്നത് PMC പദ്ധതിയിൽ നിന്ന് ഫണ്ട് വാങ്ങി എന്നുള്ളതാണ്. അത് പച്ച നുണയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
കേരളം ഇതുവരെ ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല. മിനിമം അത്തരം കാര്യങ്ങളെങ്കിലും മന്ത്രിയും ബന്ധപ്പെട്ടവരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നയാ പൈസ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് PMCയുടെ പേരിൽ വാങ്ങിയിട്ടില്ല. PMC പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി 3 കാര്യങ്ങൾ എഗ്രിമെൻറ്റ് വെക്കേണ്ടതായിട്ടുണ്ട്. 1, ഒരു ധാരണാപത്രം ഒപ്പിടൽ. 2, യുഡൈസ് പ്ലസ് പോർട്ടലിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള സ്കൂളുകളുടെ പട്ടിക NIC തയ്യാറാക്കി പ്രസിദ്ധീകരിക്കണം. തുടർന്ന് ആ സ്കൂളുകൾ ലോഗിൻ ചെയ്ത് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം. 3ാമത്തെ കാര്യം, സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അടങ്ങുന്ന ഒരു ടീം ഈ സ്കൂളുകൾ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ പട്ടിക, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് 265 അവർ നിജപ്പെടുത്തിയിട്ടുള്ളത്. ആ പട്ടിക കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നമ്മൾ അയച്ചു കൊടുക്കണം. നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു പട്ടിക കേരളത്തിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടേ ഇല്ല. ഇത് കേന്ദ്രം പരിശോധിച്ച് അപ്രൂവ് ചെയ്ത ശേഷം മാത്രമേ പദ്ധതിക്കുള്ള ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലാൻ പ്രപ്പോസൽ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ധാരണാപത്രം ഒപ്പിട്ട ആദ്യ ഘട്ടത്തിന് ശേഷം ചില CPI ആയിട്ടുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ട്. അത് അതിൻ്റെ രാഷ്ട്രീയ വശമാണ്. BJP സർക്കാരിൻ്റെ കാവ്യവൽക്കരണ നിർദ്ദേശങ്ങളടങ്ങിയ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുമെന്ന് കണ്ടപ്പോൾ സംസ്ഥാന മന്ത്രിസഭ ധാരണാപത്രം മരവിപ്പിക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ കേന്ദ്രമന്ത്രിയെ നേരിട്ടും വകുപ്പ് സെക്രട്ടറി മുഖാന്തരം രേഖാമൂലവും അറിയിച്ചിട്ടുണ്ട്. പിന്നീട് പൊതുവിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് സമഗ്ര ശിക്ഷ കേരളയുടെ 92 കോടി, നേരത്തെ പറഞ്ഞ പോലെ 41 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചത്. കേട്ടില്ലേ? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ BJPയെ പോക്കറ്റിൽ കയറ്റി വെച്ച് നടന്ന ചരിത്രം CPIM-ന് ഇല്ല. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് അറിയില്ലേ? ഏതെങ്കിലും ഒരു UDF നേതാവ് ഈ വിഷയത്തിൽ സംസാരിക്കുമോ? 1000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടായിട്ട് വാങ്ങിയിട്ടുള്ളത് അമേരിക്കൻ കുത്തക മുതലാളിമാരിൽ നിന്നാണ്. എന്തിനാ വാങ്ങിയെന്നറിയില്ലേ? ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യന്മാരുടെ ജീവൻ ഇട്ട് കൊടുത്തിട്ടാണ് അവർ ആ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി വെച്ചിട്ടുള്ളത്. മരുന്നുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വില കൂട്ടാനും കുറയ്ക്കാനും അവകാശം അവർക്ക് നേടിയെടുത്തിട്ടുണ്ട് അവര്. അതുപോലെ തന്നെ കേരളത്തിലുള്ള ഒട്ടുമിക്ക ആശുപത്രികളിലെയും ഷെയർ അവർ പരമാവധി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അവരിഷ്ടമുള്ള തുക അങ്ങ് ഈടാക്കും, നമ്മൾ അങ്ങ് എടുത്തു കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടും ഇവിടെയുള്ള UDF-ലെ ഒരു നേതാവെങ്കിലും, നട്ടലുള്ള ഒരു നേതാവിനെ പോലും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. എന്തിന് ഇത്രയും ഭീമമായ തുക വാങ്ങി നമ്മുടെ ലൈഫ് അവർക്ക് ഇട്ടുകൊടുക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ളത്. ഒരുപാട് യുവ നേതാക്കന്മാരുണ്ടല്ലോ, ഷാഫിയും മാങ്കൂട്ടത്തിലൊക്കെ. അവർ ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ട്? ആകെ ഈ വിഷയത്തിൽ കേസുമായി മുന്നോട്ട് പോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നുള്ളതാണ്. അതൊന്നും ഇവിടെയുള്ള ആളുകൾ കാണുന്നില്ല. ഇവിടെ ആരോഗ്യ മേഖല ഉണ്ടല്ലോ, ഇയാളുടെ കയ്യിൽ ശരിക്കും പറഞ്ഞാൽ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അവർ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ, സ്കൂൾ തുറന്നപ്പോൾ തന്നെ പുസ്തകങ്ങളും മറ്റുള്ള സാധനങ്ങളും കൊടുത്തു എന്നുള്ളത്. അത് കഴിഞ്ഞ സർക്കാർ അവിടെ റെഡിയാക്കി വെച്ച് പോയ കാര്യങ്ങളാണ്. അതങ്ങ് എടുത്ത് കൊടുത്താൽ മാത്രം മതി എന്നുള്ളതാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ കിടക്കുന്നുള്ളൂ. കട്ടക്ക് കൂടെ നിന്നോളൂ. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട് കൂടെ നിൽക്കരുത്. കാരണം ഞാൻ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. ഇനി ഇടതുപക്ഷം അവിടെ കയറി ചെന്നാൽ അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും തെറ്റ് ചൂണ്ടിക്കാണിക്കും. അപ്പൊ നിങ്ങൾ അന്ധമായി വിശ്വസിച്ചിട്ട് കൂടെ നിൽക്കണ്ട. നിങ്ങൾ സബ്ബടിക്കൊന്നും വേണ്ട. ഞാൻ കാര്യമായിട്ട് പറയാം, നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തോ, അത്ര പറയുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.